Morning, Miss. Good morning, friends. ഇന്ന് സെമിനാർ ടോപ്പിക്ക് പോർട്ട്ഫോളിയോ റിസ്ക് ആൻഡ് റിട്ടേണും അതിൻ്റെ സബായിട്ട് വരുന്ന കോവേരിയൻസും ആണ്. സോ ഫസ്റ്റ് തന്നെ പോർട്ട്ഫോളിയോ റിസ്ക് ആൻഡ് റിട്ടേൺ ഇതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് അവരുടെ ഒബ്ജക്റ്റീവ്സിലേക്ക് എത്തിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സാണ് റിസ്ക്കും റിട്ടേണും. സോ ഏതൊരു ടൈപ്പ് ഇൻവെസ്റ്ററിനെ നോക്കുകയാണെങ്കിലും അവർക്ക് മെയിൻലി ടു ടിപ്പിക്കൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും: മാക്സിമം റിട്ടേണും മിനിമം റിസ്ക്കും. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റർ ഹൈ റിട്ടേൺ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് എയിം ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അവിടെ മാക്സിമം റിട്ടേൺ ഉണ്ടാവും, അതുപോലെ തന്നെ റിസ്ക്കും ഹൈ ആയിരിക്കും. ഇനി മിനിമം റിസ്ക് എടുക്കുന്ന ഒരാൾ, അതായത് അധികം റിസ്ക് ഒന്നും എടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരാളാണെങ്കിൽ ആ ഇൻവെസ്റ്ററിനൊരു ഡെറ്റ് മാർക്കറ്റിലോ അല്ലെങ്കിൽ ഒരു ബോണ്ട് മാർക്കറ്റിലോ ഇൻവെസ്റ്റ് ചെയ്യാം. മിനിമം റിസ്കേ ഉണ്ടാവും, അതുപോലെ തന്നെ ആയിരിക്കും റിട്ടേണും മിനിമം തന്നെ ആയിരിക്കും. പക്ഷേ ഇൻ കേസ് ഓഫ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്, അവിടെ നമുക്ക് റിസ്ക് ഒരു പരിധി വരെ മാനേജ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കോവാരിയൻസ് യൂസ് ചെയ്തിട്ട് അൺസിസ്റ്റമാറ്റിക് റിസ്കിനെ പാർഷ്യലി എങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ് ഉണ്ടാവുമ്പോൾ അവിടെ ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് റിസ്ക് ആണ് ക്യാരി ചെയ്യുന്നത്. സോ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഹെൽപ്സ് ടു സ്പ്രെഡ് റിസ്ക് ഓവർ മെനി സെക്യൂരിറ്റീസ്. ദാറ്റ് ഈസ്, ഇവിടെ മീനിങ്ങിൽ പറയുന്നത് പോർട്ട്ഫോളിയോ അനാലിസിസ് ഈസ് ജനറലി മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് റിസ്ക് റിട്ടേൺ എക്സ്പെക്റ്റേഷൻ. Portfolio analysis is based on the expected future return and risk of holding different combination of individual securities. So, we need to calculate portfolio risk and return for analyzing the portfolio. പോർട്ട്ഫോളിയോ അനാലിസിസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അത് മെയിൻലി ബേസ് ചെയ്തിരിക്കുന്നത് റിസ്ക് റിട്ടേൺ എക്സ്പെക്റ്റേഷൻസിനെയാണ്. സോ ഫ്യൂച്ചറിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോമ്പിനേഷനിൽ ഉള്ള ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് ഒക്കെ ഹോൾഡ് ചെയ്യുമ്പോൾ റിസ്ക് എങ്ങനെയായിരിക്കും, ഇതിനൊക്കെ ഒരു കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് ഹെഡ് പറയുന്നത് പോർട്ട്ഫോളിയോ റിട്ടേണിൻ്റെ കാൽക്കുലേഷൻസ് ആണ്. സോ എ പോർട്ട്ഫോളിയോ റിട്ടേൺ ഈസ് എ റെഫറൻസ് ടു ഹൗ മച്ച് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് portfolio gains or losses in a given period of time. The expected return of a portfolio is the weighted average of the individual securities. The weight applied to each return is the percentage of investment made in portfolio. It refers to the loss or gain realized in investment portfolio containing several types of investment. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പോർട്ട്ഫോളിയോ റിട്ടേൺ എന്താണെന്ന് വെച്ചാൽ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിട്ടേൺ, മേ ബി അത് ലോസ് ആയിരിക്കാം അല്ലെങ്കിൽ അത് ഗെയിൻ ആയിരിക്കാം, അതിനെയാണ് പോർട്ട്ഫോളിയോ റിട്ടേൺ എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേഷൻ്റെ സമയത്ത് പോർട്ട്ഫോളിയോൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ വെയ്റ്റഡ് ആവറേജ് ആയിരിക്കും. നെക്സ്റ്റ് പോർട്ട്ഫോളിയോ റിട്ടേണിൻ്റെ ഇക്വേഷനാണ്. ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് എ പോർട്ട്ഫോളിയോ ക്യാൻ ബി കാൽക്കുലേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോളോയിങ് ഫോർമുല. ആർ പി ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ ആർ ഐ ആണ്. ഇവിടെ ആർ പി ഈക്വൽ ടു റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ, എക്സ് ഐ ഈക്വൽ ടു പ്രപ്പോർഷൻ ഓഫ് ടോട്ടൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റഡ് ഇൻ സെക്യൂരിറ്റി 1 ആൻഡ് ആർ ഐ ഈക്വൽ ടു എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് സെക്യൂരിറ്റി 1. ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: there are two equity shares A and B in a portfolio with expected return of 20% and 30% respectively. Total fund invested between A and B is 40% and 60%. Compute expected return. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ, ആർ പി ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ ആർ ഐ. എക്സ് ഐ ഈക്വൽ ടു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റഡ് ഇൻ സെക്യൂരിറ്റീസും ആർ ഐ എന്ന് വെച്ചാൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് സെക്യൂരിറ്റി, ആൻഡ് ആർ പി ഈക്വൽ ടു
റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ. ഈ ക്വസ്റ്റ്യനിൽ എ ആൻഡ് ബിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ നമുക്ക് തന്നിട്ടുണ്ട്. സെക്യൂരിറ്റീൻ്റെ മേലുള്ള എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ് തന്നിട്ടുള്ളത്. കാണേണ്ടത് റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ ആണ്. ഇവിടെ എൻ്റെ റിട്ടേൺ 20യും ബീൻ്റെ റിട്ടേൺ 30 ആണ്. അതുപോലെ XI പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റഡ് ഇൻ സെക്യൂരിറ്റീസ് 40%ഉം 60%ഉം ആണ്. കമ്പ്യൂട്ട് ചെയ്യുന്ന ടൈമിൽ XIനെ പെർസെൻറ്റേജിൽ നിന്ന് മാറ്റണം. അങ്ങനെ നമുക്ക് 40%നെ 0.40 ആയിട്ടും 60%നെ 0.60 ആയിട്ടും എടുക്കാം. ഇനി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ നമ്മൾ കാണേണ്ടത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ സ്റ്റോക്ക് എ, ദാറ്റ് ഈസ് ഈക്വൽ ടു XI ഇൻറ്റു RI ഈക്വൽ ടു XI 40% ആണ്. അതിനെ ചേഞ്ച് ചെയ്യുമ്പോൾ 0.40യും RI എൻ്റെ കേസിൽ 20 ആണ്. അപ്പോൾ എൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ 0.40 ഇൻറ്റു 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 8ഉം എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് സ്റ്റോക്ക് ബി ഇത് XI 0.60യും RI 30 ആണ് വരുന്നത്. അപ്പോൾ 0.60 ഇൻറ്റു 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 18ഉം. അങ്ങനെ ടോട്ടൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ ദാറ്റ് ഈസ് ഈക്വൽ ടു RP, അത് 8 + 18 26% ആണ് ആൻസർ കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് പ്രോബ്ലം, ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ K-limited share gives a return of 20% and L-limited share gives 32% return. If you have invested 20% of your money available for investment in K-limited and remaining 75% in L-limited, what would be the expected rate of portfolio? അതിൻ്റെ സൊല്യൂഷൻ, ഇവിടെ കെ ലിമിറ്റഡിൻ്റെ RI ഈക്വൽ ടു 20%ഉം എൽ ലിമിറ്റഡിൻ്റെ RI 32% ആണ്. അതിൽ കെ ലിമിറ്റഡിൻ്റെ XI എന്ന് പറയുന്നത് 25%ഉം അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 0.25ഉം ഇനി കെ ലിമിറ്റഡിൻ്റെ XI 75%, അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 0.75 ആണ് കിട്ടുക. അതിൽ ഫസ്റ്റ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ഷെയർ കെ ലിമിറ്റഡ് ആണ്. സോ XI ഇൻറ്റു RI ഈക്വൽ ടു 0.25 ഇൻറ്റു 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 5ഉം എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ഷെയർ എൽ ലിമിറ്റഡിൻ്റെത് 0.75 ഇൻറ്റു 32 24ഉം ആൻസർ കിട്ടും. ഇനി കാണേണ്ടത് RP ആണ്. RP ഇക്വേഷൻ സിഗ്മ XI RI ദാറ്റ് ഈസ് 5 + 24 വരുമ്പോൾ 29% ആണ് ആൻസർ വരിക. പോർട്ട്ഫോളിയോ റിസ്ക് ആണ്. പോർട്ട്ഫോളിയോ റിസ്ക് റിഫ്ലക്ട് ദ ഓവറോൾ റിസ്ക് ഫോർ എ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. It is the combined risk of individual investment within a portfolio. The different components of portfolio and their weightings contribute to the extent to which the portfolio is exposed to the various risks. അതായത് ഒരു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓവറോൾ റിസ്കിനെയാണ് പോർട്ട്ഫോളിയോ റിസ്ക് എന്ന് പറയുന്നത്. ഒരു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഓരോ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റ്മെൻറ്റിനും അതിൻ്റെ കമ്പൈൻഡ് റിസ്ക്, അതാണ് പോർട്ട്ഫോളിയോ റിസ്ക്. നെക്സ്റ്റ് ടോപ്പിക്കിൽ ലാസ്റ്റ് സെക്ഷനാണ് co-variance. One of the most important statistical measure used to find portfolio risk. Portfolio risk in the case of individual securities can be measured by SD and variance, but when two or more securities are combined in the portfolio, their covariance or interactive risk is to be considered. Therefore, covariance is a statistical measure used to measure portfolio risk. അതായത് പോർട്ട്ഫോളിയോ റിസ്കിൻ്റെ മെഷർമെൻറ്റിൽ യൂസ് ചെയ്യുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ് കോവാരിയൻസ്. ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ കേസിൽ പോർട്ട്ഫോളിയോ റിസ്ക് മെഷർ ചെയ്യുന്നത് SD യും കോവാരിയൻസും യൂസ് ചെയ്തിട്ടാണ്. ബട്ട് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ
ഒന്നോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒന്നോ അതിലധികമോ സെക്യൂരിറ്റീസ് കമ്പൈൻ ചെയ്യുന്ന കേസിൽ കോവാരിയൻസ് ഓർ ഇൻറ്ററാക്റ്റീവ് റിസ്ക് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് കോവാരിയൻസിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അത് നിത്യ എടുത്തിട്ടുണ്ട്, ഇക്വേഷൻ കോറിലേഷനിൽ എടുത്തിട്ടുണ്ട്. ഇത് കോവാരിയൻസ് എ ബി ഈക്വൽ ടു സിഗ്മ ആർ എ ആർ എ മൈനസ് ആർ ബി മൈനസ് ഇൻറ്റു ആർ ബി മൈനസ് ആർ ബി, അതാണ് ഇക്വേഷൻ വരുന്നത്. ദെൻ ഇനി ഇൻ്റർപ്രിട്ടേഷനാണ്. കോവാരിയൻസ് യൂസ് ചെയ്തിട്ട് റിസ്ക് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഫസ്റ്റ്, if the return of two stocks move same direction, the covariance would be positive and risk is more on such portfolio. അതായത് സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ കോവാരിയൻസ് പോസിറ്റീവ് ആയിരിക്കും, ആ പോർട്ട്ഫോളിയോൻ്റെ മുകളിലുള്ള റിസ്ക് ഹൈ ആയിരിക്കും. ദെൻ സെക്കൻഡ് പോയിന്റിൽ, ഇഫ് ദ റിട്ടേൺ ഓഫ് ടു സ്റ്റോക്സ് move opposite direction constantly, variance would be negative and the risk in total will be lower. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ കോവാരിയൻസ് നെഗറ്റീവും റിസ്ക് കുറവായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടോപ്പിക്ക്. എല്ലാവർക്കും മനസ്സിലായി എന്നൊക്കെ വിചാരിക്കുന്നു. താങ്ക് യു.